രണ്ടാഴ്ച കൊണ്ടാണ് ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്നുണ്ട്. നമ്മൾ വെറുതെ ചിന്തിച്ച് ഒരാഴ്ച കൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നെന്ന് അക്ബറും നെവിനും കൂടി പറയുന്നുണ്ട്. മണ്ടന്മാരെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലയുടെ കഴിഞ്ഞിട്ട് ഒരു എവിക്ഷൻ. അപ്പോൾ പിന്നെ സങ്കടം ഉണ്ടാവില്ല ആർക്കൊന്നും ആര്യം പറയുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞിട്ട് പിന്നെ 1 വീക്കേ ഉള്ളെന്ന് അക്ബറും പറയുന്നുണ്ട്. നമ്മളല്ലെങ്കിൽ ഡിപ്രഷനിലായിരിക്കും, എന്തോ ആവും, പോവോ എന്ന് പറഞ്ഞിട്ട്. ഒരാഴ്ചയും കൂടി ഇങ്ങനത്തെ ഉള്ള ടാസ്കുകളൊക്കെ ആയിട്ട് പോയാൽ നമ്മൾ സേവ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞിട്ടുള്ള എവിക്ഷൻ അല്ലേ, അത് പിന്നെ ഓക്കെ, എന്തെങ്കിലും സംഭവിക്കട്ടെന്ന് അക്ബർ പറയുന്നുണ്ട്. പിന്നെ ഫൈനൽ വീക്ക് അല്ലേന്ന് ആരും ചോദിക്കുന്നുണ്ട്. അപ്പം അക്ബർ പറയാണ്, അതെ പിന്നെ ഫൈനൽ വീക്കാണ്. ഇനി നാളെ കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ചയേ ഉള്ളൂ. അതിൽ ഒരാഴ്ച ടാസ്ക്, പിന്നെ ഫിനാലെ. ആര്യൻ ബിഗ് ബോസിൻ്റെ ആ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. 3 പേരും കൂടി ഇരുന്നിട്ട് ഫിനാലെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. ആരൊക്കെ ഔട്ടാവും, ആരൊക്കെ നിൽക്കും, ആരൊക്കെ ഫൈനൽ 5-ലുണ്ടാവും എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ എവിക്ഷനും ഉണ്ട്. ഈ ആഴ്ചയിൽ ആരായിരിക്കും ഇവരിൽ നിന്ന് പുറത്ത് പോകുന്നതെന്നും അറിയാൻ വയ്യ. എന്തായാലും ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ കോർണറിലും ഇരുന്നിട്ട്. ഷാനവാസ് തിരിച്ച് വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് നിവിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം ഈ വീക്കിലുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അറിയാം. സാറ്റർഡേ തന്നെ നെവിനെ പറഞ്ഞയക്കാനുള്ള സാധ്യത കൂടുതലാണ്.